കാര്യം വളരെ സീക്രട്ട് ആയ എന്തോ ഒരു കാര്യം ഈ വ്യക്തി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇതിപ്പോ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആവണം എന്നില്ല കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പണസമ്പാദന മാർഗമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ആരോടെങ്കിലും സംസാരിക്കരുത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് സംസാരിക്കുന്നതായിരിക്കാം. അപ്പോ ആർക്കോ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ വ്യക്തി ചെയ്യുന്നതെന്നാണ് സാരം. അക്വേറിയസ്, ലീബ്ര, ജെമിനി, വെർഗോ, പൈസസ് ആണ് ഹൈ പ്രീസ്റ്റസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താണ് ഇവരുടെ അവസ്ഥ? നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കുറച്ചൊരു പ്ലെയർ എനർജിയിലാണ്, ഒരു അഡ്വഞ്ചറസ് മൂഡിലാണ്. ചില സമയത്ത് നമ്മൾ പറയില്ല, ഓ ചിലപ്പോ ഒരു കുട്ടിത്തം നമുക്ക് വരും അല്ലെ? ഒരു പുതിയ പാഷനറ്റ് ആയിട്ടുള്ള ഒരു സീക്രട്ടീവ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം, ഇതൊരു പുതിയ ജോലി ആയിരിക്കാം, തേർഡ് പാർട്ടി കണക്ഷൻ ആവണം എന്നില്ല. നിങ്ങളുടെ എന്താണ് സിറ്റുവേഷൻ, അവസ്ഥ റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ എടുക്കുക. ഇതിപ്പോ ഈ വ്യക്തി എന്തോ ഒരു കാര്യം എന്ന് വെച്ചാല് ആരോ ഈ വ്യക്തിയെ എന്തോ ഒരു കാര്യം ഈ വ്യക്തി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരാളോട് സംസാരിക്കുന്നതാവാം, ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആവാം, ബന്ധുവാവാം, ജോലിയാവാം, ഒരു പുതിയ കോച്ചിങ് തുടങ്ങുന്ന കാര്യമാവാം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ പൈസ ഇടുന്ന, ചിലപ്പം ഷെയർ മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന അറിയില്ലായിരിക്കും, പൈസ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും, അതുകൊണ്ട് ആരെങ്കിലും തടസ്സം പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഈ വ്യക്തി ഒരു അഡ്വഞ്ചറസ് മോഡിലാണ്. അങ്ങനെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, ഞാൻ ചെയ്യും എന്ന ഒരു ചിന്തയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ സീക്രട്ടീവ് ആയിട്ട്. അപ്പൊ ഉള്ളിലൊരു ഫിയർ ഉണ്ട്, ആൾക്കാർ അറിഞ്ഞാൽ പൈസ പണിയാവും. അപ്പൊ ഈ വ്യക്തി വിചാരിക്കുന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതിൽ നിന്ന് എനിക്ക് പോസിറ്റീവായ റിസൾട്ട് കിട്ടുമെന്ന്. എന്നാലും മനസ്സിലൊരു പേടിയുണ്ട്, ഇവ നെഗറ്റീവായിട്ട് റിസൾട്ട് ആണ് വന്നതെങ്കിൽ ആ ഒരു ഫിയർ ഉള്ളിലുണ്ട്. വന്നതെങ്കിൽ എനിക്ക് ഇത്രയും പാഷനറ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നാൽ അതെനിക്കൊരു പണിയാകുമെന്നൊരു പേടി ഉള്ളിലുണ്ട് ഈ വ്യക്തിക്ക്. പക്ഷെ എന്നാലും ഈ കാര്യം ചെയ്യാതിരിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ കുറച്ചൊരു സില്ലി ആയ, കുറച്ചൊരു ഇമ്മച്യൂർഡ് ആയ ഒരു എനർജി ആയിരിക്കാം. ഇതിന്റെ വരും വരായികകളെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ഒരു എനർജി ആയിരിക്കാം ഇത്. നിങ്ങളുടെ മക്കളാണെങ്കിലും അങ്ങനെ ഒരു ഇതും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ കുറച്ച് ഇമ്മച്യൂർഡ് ആയ ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് കള്ളത്തരമുള്ള, കുറച്ച് കുസൃതിയുള്ള ഒരു എനർജി